ننكر على من كابر وزعم أن الدعاة إلى الله وهابية عملاء ونعلم قصدهم الخبيث أنهم يريدون أن يجعلوا بين العامة وبين أهل العلم حاجزا. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകര് അവർക്കെതിരെ അവര് വഹാബികളാണ്, ഏജന്റുമാരാണ് എന്ന് പറയുന്ന അങ്ങനത്തെ ആളുകളെ നാം എതിർക്കുന്നു. എന്നിട്ട് ശേഖ് പറയാണ്, അവരുടെ മോശമായിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാം. അതെന്താണ്? അവർക്ക് സാധാരണ ജനങ്ങളുടെയും പണ്ഡിതന്മാർക്കും ഇടയിൽ ഒരു മറയുണ്ടാക്കണം. അതാണ് അവരുടെ മോശമായിട്ടുള്ള ഉദ്ദേശം എന്ന് നമുക്കറിയാമെന്ന്. ഇവിടെ എന്താണ് സംസാരത്തിന്റെ ഈ പോയിന്റിന്റെ ചുരുക്കം എന്ന് വെച്ച് കഴിഞ്ഞാല്, ബാത്തിലിന്റെ ആളുകൾ എന്ത് ചെയ്യും? സെലഫികളെയും അഹ്ലുസുന്നത്തിന്റെ ആളുകളെയും പിഴച്ച ആളുകളാക്കിയിട്ട് എന്ത് ചെയ്യും? ജനങ്ങളുടെ മുന്നിൽ ചിത്രീകരിക്കും. ജനങ്ങളുടെ മുന്നിൽ മോശമായിട്ട് അവരെ ചിത്രീകരിക്കും. അതിന് ഇപ്പൊ അവർ ഉപയോഗിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? അവര് വഹാബികളാണെന്ന് പറയാം. ശരി, ഇത് എന്താണ്? ഒരു തമാശയാണ് ശരിക്കും. ഇവരെന്ത് വിളിക്കുന്ന അന്വേഷിച്ച സമയത്ത് ഇവരെന്ത് വിചാരിച്ചു? ആദ്യം മുഹമ്മദിയ എന്ന് വിളിച്ചാലോ? കാരണം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്? അവർക്ക് ചേർത്ത് പറയേണ്ടത്. കാരണം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കൊണ്ടുവന്ന പുതിയ എന്തോ ഒരു സംഭവത്തിനെ പിന്തുടരുന്ന ആളുകളാണ് അഹ്ലുസുന്നത്ത് എന്നാണ് ഇവരെ വിചാരം. അപ്പൊ അവരാദ്യം വിചാരിച്ചു മുഹമ്മദിയ എന്ന് വിളിച്ചാലോ, കാരണം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്നാണ്. അപ്പൊ അവര് മനസ്സിലാക്കി എന്ത്? മുഹമ്മദ് എന്ന് വിളിച്ചാൽ പിന്നെ ആൾക്കാർ വിചാരിക്കും ചിലപ്പോ എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകളാണെന്ന്. അപ്പൊ അവരെന്ത് പറഞ്ഞു? വഹാബികളാന്ന് പറഞ്ഞു. അപ്പൊ വഹാബ് ശരിക്കും ആരാണ്? അള്ളാഹു തആലയാണ്. അള്ളാഹു തആലയുടെ നാമങ്ങളിൽ കേട്ടതാണ് എന്ത്? വഹാബ്. അപ്പൊ അള്ളാഹുവിന്റെ ആളുകളാണെന്നുള്ള അർത്ഥം കിട്ടി. അപ്പൊ അതുപോലെ എന്ത് ചെയ്തില്ല? അവർക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. അപ്പോ ഇവര് വാദത്തിൽ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പറയും തൗഹീദും സുന്നത്തും ഉള്ള അഹ്ലുസുന്നത്തിന്റെ ആളുകള് അവര് വഹാബികളാണ്, അവര് കാഫറുകളുടെ ഏജന്റുമാരാണ്, അവരെന്താണ് മുസ്ലിങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരിൽ നിന്നൊക്കെ ക്യാഷൊക്കെ സ്വീകരിച്ചിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ ജാസൂസ് പ്രവർത്തി, സ്പൈ ആയിട്ടുള്ള ആ പണിയെടുക്കുന്ന ആളുകളാണ്. മനസ്സിലായില്ലേ? അപ്പോ അങ്ങനത്തെ വാദങ്ങളായിട്ട് എന്ത് വരും? ബിദഅത്തിന്റെ ആളുകളും അതുപോലെ തന്നെ കുഫാറുകളൊക്കെ ഈ ഒരു ഈ സംസാരമായിട്ട് വരും. എന്താണ് ഉദ്ദേശം? ഷെയ്ഖ് ഇവിടെ പറഞ്ഞ പോലെ അവരും സാധാരണ ആളുകളും തമ്മിൽ എന്ത് ചെയ്യണം? ഇടയിൽ ഒരു മറയിടണം. അത് സാധാരണ ആളുകൾ എന്ത് ചെയ്യരുത്? അഹ്ലുസുന്നത്തിന്റെ ദഅവത്തിലേക്ക് എത്തരുത്, അഹ്ലുസുന്നത്തിലേക്ക് അവരെത്തിപ്പെടരുത്. അതിനു വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യം പറയും. അവരെന്താണ്? വഹാബികളാണ്, അവര് ഏജന്റുമാരാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അവരെ ഇടയിലൊരു തടയാൻ വേണ്ടിയിട്ട് നോക്കും. ഇത്രത്തോളം പറഞ്ഞ ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞ് ഷെയ്ഖുന യഹ്യ പറഞ്ഞതായിട്ട് കേട്ടതാ. അതായത് അഹ്ലുസുന്നത്തിലെ ഒരു ദാഇ, ഒരു പ്രബോധകൻ, അവൻ സ്വന്തം ഉമ്മാന്റെ അടുക്കല് വ്യഭിചരിക്കാൻ പോകുന്ന ആളാണെന്ന് പറയാൻ സാധിക്കുമെങ്കിൽ അതുവരെ പറയും. ആര്? ഈ ബിദഅത്തിന്റെ ആളുകൾ. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഈ ദാഇ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആളിൽ നിന്നും ഒന്നും എടുക്കരുത് ജനങ്ങള്. അവന് പറയുന്ന പ്രസംഗങ്ങളും അതുപോലെ തന്നെ ഖുത്ബകളൊന്നും കേൾക്കരുത്, ദർസുകളൊന്നും കേൾക്കരുത്. കേട്ട് കഴിഞ്ഞാൽ അവർ ഹക്കിലേക്ക് എത്തിപ്പോവും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇങ്ങനത്തെ വാദങ്ങൾ പലതും കൊണ്ടുവരും. അവരിങ്ങനെയാണ്. ഇപ്പൊ ഇന്ന് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് എന്താണ്? ദമ്മാജികളാണ്, അഹ്ലുസുന്നത്ത് ദമ്മാജികളാണ്. അല്ലെങ്കിൽ പറയും ഹജാവിറകളാന്ന് പറയും. നാട്ടിലാണെങ്കിൽ എന്താ പറയും? മഞ്ചേരിക്കാരാണെന്ന് പറയും. ഇതൊക്കെ എന്താണ്? ഒരേ ലക്ഷ്യം. എല്ലാ ആളുകളുടെയും ലക്ഷ്യം ഒന്നാണ്. എന്താണ്? അഹ്ലുസുന്നത്തിന്റെയും സാധാരണക്കാരുടെ ഇടയിൽ എന്ത് ചെയ്യണം? ഒരു തടസ്സം ഉണ്ടാക്കണം. അങ്ങനെ അഹ്ലുസുന്നത്തിന്റെ അടുക്കലേക്ക് സാധാരണക്കാർ എത്തിപ്പെടരുത് എന്നുള്ള ലക്ഷ്യത്തിലോടാണ് എന്ത് ചെയ്യുന്നിട്ടുള്ളത്? ഇവർ ഇതുപോലത്തെ വ്യാജമായിട്ടുള്ള വാദങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് പുതിയൊരു കാര്യമൊന്നുമല്ല. ഇത് നബിമാരുടെ കാലത്ത് മുതലേ ഉള്ളതാണ്. നബിമാര്, അമ്പിയാക്കള് അവര് റിസാലായിട്ട് വരുന്ന സമയത്ത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന സമയത്ത് എന്ത് പറയായിരുന്നു? ഷായിറുൻ ഔ മജ്നൂൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ഷായിർ കവിയാണ്, മജ്നൂൻ അല്ലെങ്കിൽ ഭ്രാന്തനാണ്, അല്ലെ? അങ്ങനെ അസാത്തീറുൽ അവ്വലീൻ, എന്താണ്? പണ്ടത്തെ എന്തോ കെട്ടുകഥകളാണ്. അപ്പൊ ഇതൊക്കെ പണ്ട് മുതലേ ഉള്ള കാര്യമാണ്. ഇതിപ്പോ നമ്മൾ പുതുതായിട്ട് കാണുന്ന സംഭവമല്ല. ഹക്കിനെയും അതിന്റെ ആളുകളെയും മോശമായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളത് പണ്ട് മുതലേ ഉള്ള ഒരു രീതിയാണ്.